നമസ്കാരം. 2024 വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ തുടരുന്നു. മേടം മുതൽ കന്നി വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ അവതരിപ്പിച്ചു. ബാക്കിയുള്ള രാശിക്കാരുടെയും അവയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു. ചാനൽ ആദ്യമേ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ് ആദ്യം പറയുന്നത്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ബാക്കി പകുതി ഭാഗം, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നിവയാണ്. തുലാക്കൂറുകാർക്ക് വ്യാഴം 7ാം ഭാവത്തിൽ നിന്നും അഷ്ടമഭാവത്തിലേക്ക് മാറി വരുന്നതിനാൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഏറി വരുന്നതാണ്. വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പലവിധത്തിലുള്ള അബദ്ധങ്ങളിലേക്കും എത്തിച്ചേക്കാം. സാമ്പത്തികമായ നഷ്ടങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകേണ്ടി വരുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് സജീവമായ ശ്രദ്ധ ആവശ്യമാണ്. കേസുകളിലും മറ്റും വിട്ടുപോകാതെ സൂക്ഷിക്കേണ്ടതാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറി വരും. ഓരോ കാര്യവും നേടിയെടുക്കുവാൻ വേണ്ടി കഠിനമായ പ്രയത്നം തന്നെ വേണ്ടി വരുന്നതാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കണം. അപകടങ്ങളിൽപ്പെട്ട് ശരീരത്തിന് മുറിവോ ക്ഷതമോ ഏൽക്കാനിടയുണ്ട്. കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്കായി ധാരാളം പണം ചെലവഴിക്കേണ്ടതായി വരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും സൽപ്പേരിന് കളങ്കമുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇനി വൃശ്ചികക്കൂറിൽപ്പെടുന്ന വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട നാളുകാരുടെ ഫലങ്ങൾ നോക്കാം. വൃശ്ചിക രാശിയിൽപ്പെടുന്ന മേൽപ്പറഞ്ഞ നാളുകാർക്ക് വ്യാഴം 6ാം ഭാവത്തിൽ നിന്നും മികച്ച ഭാവമായ 7ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ ഗുണഫലങ്ങളാണ് അനുഭവവേദ്യമാകുന്നത്. കുടുംബസൗഖ്യം വർദ്ധിക്കുകയും നാനാ സ്രോതസ്സുകളിൽ നിന്നും ധനവരവുണ്ടാവുകയും ചെയ്യും. ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പുകളിൽ വിജയം പ്രതീക്ഷിക്കാം. കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും നേട്ടങ്ങളുണ്ടാവുകയും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനും പുതിയ ഗൃഹം വാങ്ങാൻ സാധിക്കുന്നതാണ്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുകയും എല്ലാ കാര്യങ്ങളിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ധനുക്കൂറ് ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗക്കാർക്ക് വ്യാഴം 6ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഈശ്വരാധീനം ഏറ്റവും കൂടുതലായി വേണ്ട സമയമാണിത്. ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് വേണ്ട വിധം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അത് പല ബുദ്ധിമുട്ടുകളും വരുത്തി വയ്ക്കുന്നതാണ്. രോഗദുരിതങ്ങൾ അലട്ടാമെന്നതിനാൽ ആരോഗ്യ സംരക്ഷണത്തിൽ വേണ്ടത്ര ശ്രദ്ധ നൽകണം. കച്ചവടത്തിലും മറ്റും പരാജയങ്ങൾ നേരിടേണ്ടതായി വരുന്നതാണ്. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിലൂടെ ധനനഷ്ടമുണ്ടായേക്കാം. അലസതയും അശ്രദ്ധയും പലവിധത്തിലുമുള്ള സാമ്പത്തിക നഷ്ടങ്ങൾക്കും
മനപ്രയാസങ്ങൾക്കും വഴിവരുത്തും. യാത്രകൾ കൊണ്ട് പലപ്പോഴും ഫലമില്ലാതെ വരുന്നതാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ധാരാളമായി പണം ചെലവഴിക്കേണ്ടി വരും. ഇനി മകരക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. ഈ രാശിയിൽ വരുന്നത് ഉത്രാടം, ഭാഗ്യഭാഗം, തിരുവോണം, അവിട്ടം പകുതി നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് വ്യാഴം 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് വരുന്നു. ഇത് ഇവർക്ക് പലവിധത്തിലുമുള്ള നേട്ടങ്ങൾ വരുത്തിവെക്കുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നേരിട്ടുകൊണ്ടിരുന്ന കഷ്ടതകൾക്ക് വിരാമമുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും മത്സരരംഗങ്ങളിൽ വിജയം നേടുകയും ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും നേട്ടങ്ങൾ കാണുന്നു. സമൂഹത്തിൽ ബഹുമാനവും പ്രശസ്തിയും വർദ്ധിക്കും. സന്താനങ്ങൾക്ക് പലവിധത്തിലുമുള്ള ഗുണങ്ങൾ കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് സാഹചര്യമുണ്ടാവുകയും തൊഴിലന്വേഷകർക്ക് തൊഴിൽ പ്രവേശനം സാധ്യമാകുന്നതുമാണ്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. ഇനി കുംഭക്കൂറിൻ്റെ ഫലങ്ങൾ നോക്കാം. കുംഭരാശിയിൽ വരുന്ന അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി 3/4 ഭാഗക്കാർക്ക് വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വരുന്നു. അനാവശ്യമായ സംസാരങ്ങളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക. നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടതായ സന്ദർഭങ്ങൾ അനവധി ഉണ്ടായേക്കാം. സഹപ്രവർത്തകരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും മനപ്രയാസമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഏറെ വിശ്വസിച്ചവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മനോദുഃഖത്തിനിട വരുത്തും. അധ്വാനഭാരം വർദ്ധിക്കുന്നതാണ്. കുടുംബസൗഖ്യം കുറയും. പ്രണയിതാക്കൾ തമ്മിൽ അകൽച്ച ഉണ്ടായേക്കാം. ഇനി മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി നാളുകാരുടെ ഫലങ്ങൾ നോക്കാം. മീനം രാശിക്കാർക്ക് വ്യാഴം 2-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പലവിധത്തിലുമുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കാലയളവിൽ ഉണ്ടാകാമെന്നതിനാൽ വിവേകപൂർവ്വം പ്രവർത്തിക്കാനും പെരുമാറാനും ശ്രദ്ധിക്കുക. കീഴ്ജീവനക്കാരോടും സഹപ്രവർത്തകരോടുമുള്ള ഇടപെടലുകളിൽ മിതത്വം പാലിക്കുക. മനസ്സംഘർഷം വർദ്ധിച്ചു വരികയും നഷ്ടബോധം അലട്ടുകയും ചെയ്യുന്നതാണ്. പാപകർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. പകർച്ചവ്യാധികളും ഉദര, നേത്ര, ത്വക്ക് അലട്ടുന്നതാണ്. ഏർപ്പെടുന്നതും ഏറ്റെടുക്കുന്നതുമായ പല കാര്യങ്ങളിൽ വിഘ്നങ്ങൾ ഉണ്ടാവുകയും യാത്രാ ദുരിതം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്.